പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിന്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു അറേബ്യൻ രാജകുമാരിക്ക് കൊട്ടാരത്തിലെ അടിമകളിൽ ഒരാളുമായി കടുത്ത പ്രണയം. വിവാഹം കഴിക്കുന്നെങ്കിൽ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് രാജകുമാരി വാശി പിടിച്ചു. ഈ തീരുമാനത്തിൽ നിന്ന് മകളെ പിന്തിരിപ്പിക്കാൻ നോക്കിയ രാജാവ് നിരാശനായി. ഭക്ഷണം പോലും കഴിക്കാതെ അവൾ പ്രതിഷേധം പ്രകടമാക്കി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കൊട്ടാരത്തിലെ ഉപദേശകർക്ക് ആർക്കും കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ജ്ഞാനിയായ ഒരാൾ കൊട്ടാരത്തിലെത്തി. നൈരാശ്യത്തിന് അടിമപ്പെട്ട രാജാവിനോട് അലിവ് തോന്നിയ ജ്ഞാനി പറഞ്ഞു, അങ്ങയുടെ ഉപദേശകരുടെ അഭിപ്രായങ്ങൾ അങ്ങ് സ്വീകരിക്കരുത്. അടിമയെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് തിരുമനസ് മകളെ വിലക്കിയാൽ രാജകുമാരിക്ക് അയാളോട് പ്രണയം കൂടുകയേ ഉള്ളൂ. മാത്രവുമല്ല, മകൾ അങ്ങയെ വെറുക്കുകയും ചെയ്യും. അടിമയെ കൊല്ലാൻ രാജാവ് തീരുമാനിച്ചാൽ മകൾ ആത്മഹത്യ ചെയ്തു കളയും. ഞാൻ പിന്നെ എന്തു ചെയ്യണം? രാജാവ് പൊട്ടിത്തെറിച്ചു. ജ്ഞാനി രാജാവിന് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. രാജാവിന് അത് തീരെ ഇഷ്ടമായില്ലെങ്കിലും അത് ഒന്ന് നോക്കിക്കളയാം എന്ന് രാജാവ് തീരുമാനിച്ചു. രാജാവ് മകളോട് പറഞ്ഞു, നിനക്ക് ആ മനുഷ്യനുമായുള്ള സ്നേഹം വാസ്തവമാണോ എന്ന് എനിക്കറിയണം. അതുകൊണ്ട് നിന്നെയും കാമുകനെയും ഒരുമിച്ച് 45 ദിവസം രാത്രിയും പകലും ഒരു മുറിയിലിട്ട് പൂട്ടും. അത്രയും കാലം കഴിഞ്ഞിട്ടും നിനക്ക് അയാളെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. രാജകുമാരിയുടെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കാനാകും? പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അവൾ സമ്മതിച്ചു. 10 ദിവസത്തേക്ക് അവരുടെ ജീവിതം വളരെ സുന്ദരമായി പോയി. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ക്രമേണ അയാളോട് വെറുപ്പ് തോന്നാൻ തുടങ്ങി. കാമുകന്റെ സാമീപ്യം, അയാളുടെ ഓരോ വാക്കും അവൾക്ക് ഇഷ്ടപ്പെടാത്തതായി. പിന്നീട് അവൾ അയാളെ വെറുക്കാൻ തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് അയാളോട് അറപ്പും വെറുപ്പും തോന്നി. അയാളെ കാണുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലാതായി. അവൾ മറ്റുള്ളവരുടെ സ്നേഹവും സാമീപ്യവും കൊതിച്ചു. അവൾ കരയാനും ബഹളം വയ്ക്കാനും തുടങ്ങി. മുറിയിലുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് അവൾ ദേഷ്യം പ്രകടിപ്പിച്ചു. അവൾ തികച്ചും ഒരു ഭ്രാന്തിയെപ്പോലെയായി. 3 ആഴ്ച കഴിഞ്ഞ് അവളെ മുറിയിൽ നിന്ന് പുറത്തുവിട്ടപ്പോൾ അവൾക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതായി. താൻ വെറുക്കാൻ തുടങ്ങിയ ആ മനുഷ്യനിൽ നിന്ന് തന്നെ രക്ഷിച്ച തന്റെ പിതാവിനോട് അവൾക്ക് അതിയായ സ്നേഹം തോന്നി. അവൾ കണ്ണീരുകൊണ്ട് പിതാവിനോട് നന്ദി പറഞ്ഞു. മനുഷ്യബന്ധങ്ങളിൽ അകന്നിരിക്കുമ്പോൾ സ്നേഹിക്കാൻ തോന്നും. അടുക്കുമ്പോൾ എല്ലാം വഷളാകുന്നു. പക്വതയില്ലാത്ത പ്രണയം അപകടമാണ്. ജീവിത പങ്കാളിയുടെ വികാരങ്ങളെ ഒരിക്കലും വ്രണപ്പെടുത്തരുത്. കുറ്റം പറച്ചിൽ, അവഗണന, താരതമ്യപ്പെടുത്തൽ, തരം താഴ്ത്തൽ, പരിഹാസം ഇവ പങ്കാളിയെ ദോഷകരമായി ബാധിക്കും. ആരോഗ്യകരമായ കുടുംബജീവിതം അസാധ്യമാവുകയും ചെയ്യും. മക്കളുടെ ഏറ്റവും വലിയ മാതൃകയാണ് അച്ഛനും അമ്മയും. മക്കൾ നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിഥിലമായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് കുറ്റകൃത്യങ്ങളിലും മറ്റും കുടുങ്ങിപ്പോകുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ആഴത്തിലുള്ള ആശയവിനിമയത്തിന് സമയം കണ്ടെത്തണം. ഇത് ബന്ധങ്ങളെ ദൃഢമാക്കും. അമേരിക്കയിൽ കുടുംബത്തിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ ഒരാഴ്ച കിട്ടുന്ന സമയം കേവലം 3.5 മിനിറ്റാണ് എന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നു. ഒരിക്കൽ ഒരു യാത്രക്കാരൻ ഹൈറേഞ്ചിലൂടെ കാർ ഓടിച്ചു പോവുകയായിരുന്നു. വഴി തെറ്റിയോ എന്ന് അയാൾക്ക് സംശയം.
കുറച്ചു ദൂരം ചെന്നപ്പോൾ വയലിൽ നിലം ഉഴുന്ന ഒരു കർഷകനെ കണ്ടുമുട്ടി. കർഷകൻ ഇടയ്ക്കിടെ നിർത്താതെ വിസിലടിച്ചുകൊണ്ടിരുന്നു. യാത്രക്കാരൻ കർഷകനെ പരിചയപ്പെട്ടു, വഴി ചോദിച്ചു. യാത്രക്കാരൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വിസിലടിക്കുന്നത് അത്ര ഇഷ്ടമാണോ? അല്പനേരത്തേക്ക് കർഷകൻ നിശബ്ദനായി. എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങി. അയാളുടെ വീട് ചൂണ്ടിക്കാണിച്ച് അയാളുടെ കുടുംബത്തെ പരിചയപ്പെടുത്തി. വീട്ടിൽ എൻ്റെ ഭാര്യ മാത്രമേയുള്ളൂ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ നാഡികളെ ബാധിക്കുന്ന രോഗം ബാധിച്ച് ഭാര്യയുടെ 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഞാൻ കൃഷിജോലികൾ ചെയ്യുമ്പോഴും ഞാൻ അടുത്തു തന്നെ ഉണ്ട് എന്ന് അവളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടെ വിസിലടിക്കുന്നത്. എൻ്റെ ശബ്ദം അവൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നു. ദാമ്പത്യം മഹത്തരമാകുന്നത് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഭാര്യയും ഭാര്യയുടെ താൽപ്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഭർത്താവും താൽപ്പര്യം കാട്ടുമ്പോഴാണ്. ഭർത്താവ് ലോകത്ത് മറ്റാരെയുംക്കാൾ തന്നെ സ്നേഹിക്കണം എന്ന് ഭാര്യ ആഗ്രഹിക്കുന്നു. തന്നെ പ്രേമിച്ചു കൊല്ലൂ എന്നാണ് ഓരോ ഭാര്യയും ആഗ്രഹിക്കുന്നത്. സ്നേഹം കിട്ടാത്ത ഭാര്യമാർ വഴിതെറ്റി ജീവിക്കാൻ ഇടവരും, അല്ലെങ്കിൽ രോഗിയാകും. നമ്മുടെ നാട്ടിൽ വിവാഹമോചനങ്ങൾ ഗണ്യമായി പെരുകാൻ കാരണം പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവോ ക്ഷമയോ സഹിഷ്ണുതയോ പക്വതയോ ഇല്ലാത്തതാണ്. കേരളത്തിൽ ഒരു ദിവസം ശരാശരി 37 വിവാഹമോചനങ്ങൾ നടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അഹങ്കാരവും സ്വാർത്ഥതയുമാണ് വിവാഹമോചനത്തിൽ കലാശിക്കുന്നത്. സ്വാർത്ഥതയെന്നാൽ പങ്കാളി ചിന്തിക്കുന്നത് തനിക്ക് എന്ത് ലാഭമുണ്ട് എന്ന് മാത്രമാണ്, അല്ലാതെ ജീവിത പങ്കാളിക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നല്ല. പിടിച്ചുവെച്ചവയല്ല, മറിച്ച് വിട്ടുകൊടുത്തവയാണ് ഭാവിയിൽ വലിയ നേട്ടങ്ങളായി മാറുന്നതെന്ന പാഠം ഇവർക്കറിയില്ല. ഒരു കാലത്തും ഒരു മനുഷ്യനും തൻ്റെ സ്വപ്നത്തിലുള്ളതുപോലെയുള്ള ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വബോധം എന്നിവ ലഭിക്കാത്ത കുട്ടികളുടെ ഭാവി ജീവിതം ഇരുളടഞ്ഞതായിരിക്കും. സ്നേഹം ലഭിക്കാത്ത ബാല്യം അനുഭവിച്ചവരുടെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടാൻ കാരണമാകുന്നു. അഭിമന്യ ബിഷപ്പ് പറഞ്ഞ ഒരു ഫലിതമുണ്ട്. ഒരിക്കൽ ബിഷപ്പ് ഒരു വീട്ടിൽ ചെന്നു. അവിടുത്തെ മകന് ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന പണി വീട്ടമ്മ ബിഷപ്പിനെ ഏൽപ്പിച്ചു. ബിഷപ്പ് ചോദിച്ചു, എങ്ങനെയുള്ള പെണ്ണിനെയാണ് വേണ്ടത്? വീട്ടമ്മ പറഞ്ഞു, അതീവ സുന്ദരിയായിരിക്കണം, സാമ്പത്തിക നില വളരെ ഉയർന്നതായിരിക്കണം, മകന്റെ നിലക്കൊത്ത ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, ജോലി ഉണ്ടായിരിക്കണം, കുടുംബം നല്ല ആഢ്യത്വം ഉള്ളതുമായിരിക്കണം. ഇതുകേട്ട ബിഷപ്പ് അല്പനേരം മൗനമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊരു പെണ്ണുണ്ടായിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ മുടിയും താടിയും നീട്ടി വളർത്തി നടക്കുമായിരുന്നു. പങ്കാളിയെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അബദ്ധം. അയാൾ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുക, സ്വീകരിക്കുക. നിങ്ങളുടെ പങ്കാളി തളർന്നിരിക്കുമ്പോൾ ഒരിക്കലും മോശമായ വാക്കോ പെരുമാറ്റമോ ഉണ്ടാകരുത്. ഓരോ ദിവസവും അവസാനത്തെ ദിവസമാണെന്നതുപോലെ പങ്കാളിയെയും മക്കളെയും സ്നേഹിക്കുക. ഒരിക്കലും മരിക്കില്ല എന്നതുപോലെ മൂല്യങ്ങളിൽ ജീവിക്കുക. ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഒരുപാട് പേരുടെ നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. ആരും ശത്രുക്കളില്ല. ഈ മനോഭാവം വളർത്തിയെടുക്കുക. തിക്തമായ അനുഭവങ്ങളെ പുതിയ പാഠങ്ങളും അവസരങ്ങളുമാക്കി മാറ്റുക. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആര് ജയിച്ചു എന്ന ചോദ്യം പരിഹാസ്യമാണ്. രണ്ടുപേരും ഒരുമിച്ച് ജയിക്കാത്ത പക്ഷം രണ്ടുപേരും ദയനീയമായി തോൽക്കുകയാണ് ചെയ്യുന്നത്. ഒരാളുടെ നേട്ടം മറ്റുള്ളവരോടുള്ള സഹകരണത്തെയും പ്രതിജ്ഞാബദ്ധതയെയും ആശ്രയിച്ചാണിരിക്കുന്നത്. ഭർത്താവ് ബഹുമാനിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നു. ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടുന്ന ആദരവിന് അനുസരിച്ചാണ് ആ കുടുംബം പുരോഗതി പ്രാപിക്കുന്നത്.
നിർമ്മലമായി പെരുമാറാൻ കഴിയുന്ന ഭാര്യമാർക്ക് ഏത് കിരാതനായ ഭർത്താവിനെയും നേരെയാക്കാം. കുടുംബത്തിൽ ഈശ്വരന് 1-ാം സ്ഥാനം കൊടുക്കുക. ബഹുമാനിക്കുന്ന കാര്യത്തിൽ ദമ്പതിമാർ പരസ്പരം മത്സരിക്കട്ടെ. ഇതിന്റെ ഫലം അത്ഭുതമായിരിക്കും. പ്രകടിപ്പിക്കാത്ത സ്നേഹം പങ്കാളിക്ക് രോഗമോ തകർച്ചയോ ആയി മാറാം. മക്കൾ വഴിതെറ്റാനും ഇത് കാരണമാകും. പങ്കാളി ആയിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കുക, ആദരിക്കുക. പ്രധാന കാര്യങ്ങൾ പങ്കാളിയുമായി ചർച്ച ചെയ്യുക, ഉപദേശം തേടുക. ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കാളിയെ ചേർത്തുപിടിക്കുക. വീഴ്ച വന്നാൽ പാഠം പഠിക്കുക. സ്ഥിരോത്സാഹത്തോടെ മുമ്പോട്ടു പോവുക. എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു. എവിടെ സ്ത്രീകൾ മാനിക്കപ്പെടുന്നില്ലയോ അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലശൂന്യമാകുന്നു. സ്ത്രീകളെ ആദരിക്കുന്ന ഗൃഹങ്ങളിൽ ശാന്തിയും ഐശ്വര്യവും പുലരും. സ്ത്രീകൾ ദുഃഖിക്കാനിടവരുന്ന വീടുകളിൽ നാശമുണ്ടാകും എന്ന് പഴമക്കാർ പറയാറുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും സ്ത്രീയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും. സ്ത്രീക്ക് പ്രണയമാണ് പ്രധാനം, പുരുഷന് അംഗീകാരവും. ദേഷ്യം തോന്നുമ്പോൾ പരുക്കൻ സംബോധനകളും മോശമായ ശരീരഭാഷയും ഒരിക്കലും ഉപയോഗിക്കരുത്. പങ്കാളിയെ ഒരിക്കലും തുറിച്ചു നോക്കരുത്. പങ്കാളിയോട് ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. ഭാര്യ ഭർത്താവിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ കുറക്കുക. ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ തീഷ്ണതയും കൂട്ടുക. അപ്പോൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും ഭാര്യമാർക്ക് ലഭിക്കുമെന്ന അത്ഭുതം സംഭവിക്കും. തിരിച്ചും അങ്ങനെ തന്നെ. അല്പം കാത്തിരിക്കണമെന്നു മാത്രം. കുത്തുവാക്കുകളും പരാതി പറയുന്ന ശീലവും ഒഴിവാക്കുക. പങ്കാളിയോട് പ്രതികാരം ചെയ്യുന്ന ആൾ തന്നോട് തന്നെയാണ് പ്രതികാരം ചെയ്യുന്നത്. വിവാഹത്തോടുകൂടി നിങ്ങൾ 2 അല്ല 1 താൻ പ്രമാണിത്വം അധികമായി ഉള്ള വ്യക്തി വിവാഹം കഴിക്കാത്തതാണ് നല്ലത്. ഭർത്താവിനെ വിമർശിച്ചാൽ അയാൾ കൂടുതൽ മോശമാകാനേ തരമുള്ളൂ. ഇവളാരാ എന്നെ പഠിപ്പിക്കാൻ, ആജ്ഞാപിക്കാൻ എന്നായിരിക്കും അപ്പോൾ ഭർത്താവ് ചിന്തിക്കുന്നത്. മനസ്സ് ശാന്തമായതിനു ശേഷമേ ഭർത്താവിനോട് പ്രശ്നം അവതരിപ്പിക്കാവൂ. അപ്പോൾ ശാന്തമാവുക, ക്ഷമിക്കുക, കാത്തിരിക്കുക. പിന്നീട് പശ്ചാത്തപിക്കേണ്ട വാക്കുകൾ ഒരിക്കലും പങ്കാളികൾ ഉപയോഗിക്കരുത്. അത് ഉണ്ടാക്കുന്ന വൈകാരിക മുറിവ് ഭീകരമായിരിക്കും. മദ്യപിച്ചെത്തുന്ന ഭർത്താവിനെ ഒറ്റ ദിവസം കൊണ്ട് നന്നാക്കിയെടുക്കാമെന്ന് ഭാര്യമാർ വിചാരിക്കരുത്. ഭാര്യയിൽ കൂടുതൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭർത്താവിനോടുള്ള പെരുമാറ്റം കൂടുതൽ സൗമ്യമാക്കി നോക്കുക. അത് ഭർത്താവിൽ പ്രതിഫലിക്കാതിരിക്കില്ല. തിരിച്ചും അങ്ങനെ തന്നെ. സ്നേഹം പ്രകടിപ്പിക്കണം. പ്രകടിപ്പിക്കാത്ത സ്നേഹം ഉപയോഗിക്കാൻ കഴിയാത്ത ധനം പോലെയാണ്. പങ്കാളിയുടെ ഉയരം, സൗന്ദര്യം, കണ്ണ്, മൂക്ക്, നിറം ഇതൊക്കെയാണ് മകന് അല്ലെങ്കിൽ മകൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന രീതിയിൽ പങ്കാളിയെ അഭിനന്ദിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും അഭിനന്ദിക്കാൻ മറക്കരുത്. എന്നും സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറുന്ന പങ്കാളിയെ വേദനിപ്പിക്കാൻ ലോകത്തിൽ ഒരാൾക്കും കഴിയില്ല. പ്രക്ഷുബ്ധമായിരിക്കുന്ന വേളയിൽ ഒരു സാന്ത്വനം, ഒരു ഫലിതം, ഒരു ആശ്ലേഷം സമ്മാനിക്കുക. പ്രണയം പ്രകടിപ്പിക്കുക കൂടുതൽ ശക്തമായി. പങ്കാളി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് മറയില്ലാതെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാൻ ഇത് പങ്കാളിയെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. പെരുമാറ്റത്തിൽ സ്വാർത്ഥത ഒഴിവാക്കുക. ജീവിതത്തിലെ നല്ല നാളുകളിലെ അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുക. ഒരിക്കലും പങ്കാളിയെ ഉപദേശിക്കുകയോ ഉത്ബോധിപ്പിക്കുകയോ കീഴടക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ല. തൻ്റെ വീട്ടുകാരെപ്പറ്റി ഭർത്താവ് കുറ്റം പറയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ നല്ല കാര്യങ്ങൾ ഇടയ്ക്കിടെ പറയുക. നിന്നെപ്പോലെ ഒരു സുന്ദരക്കുട്ടനെ എനിക്ക് തന്ന നിന്റെ അച്ഛനെയും അമ്മയെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭർത്താവിനെ നിരായുധനാക്കുകയാണ്. പങ്കാളിയിൽ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണം ആദ്യം നിങ്ങളിൽ പ്രകടമാക്കാൻ ശ്രമിക്കുക.
അപ്പോൾ അത് പങ്കാളിയിൽ പ്രകടമാകാൻ തുടങ്ങും. പങ്കാളി ഒരു കണ്ണാടിയാണ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നല്ലതും മോശമായതും പ്രകടമാക്കുന്ന മാന്ത്രിക കണ്ണാടി. തണലാണ് കുടുംബം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.